74 പിന്നിട്ടു. എഴുത്തിന്റെ വഴിയിലാണ് ഗോമതി അമ്മാൾ ഇപ്പോൾ. അമ്മയുടെ പുതിയ തമിഴ് മലയാളം പുസ്തകങ്ങൾ ഈ ഞായറാഴ്ച പുറത്തിറങ്ങുകയാണ്. ഗോമതി അമ്മാളാണ് ഇന്ന് ലേഡീസ് ബാൻഡിൽ അതിഥിയായി നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം അമ്മ. നമസ്കാരം. ഈ ഊർജം, ഈ നമസ്കാരം പറഞ്ഞപ്പോഴുള്ള ഊർജം തന്നെയാണ് അങ്ങയുടെ പുസ്തകങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കും ഉള്ളത്. ഈ എഴുത്തിന്റെ വഴിയിൽ ഈ ഊർജത്തോടെ എങ്ങനെ ഇരിക്കുന്നു? എന്താണ് പുതിയ വിശേഷം? പറയും. പുതിയ വിശേഷം ഇത് തന്നെ. കാരണം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചെറുകഥാ സമാഹാരം തമിഴും മലയാളവും ഇപ്പോൾ പുറത്തിറക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലുണ്ട്. കാരണം ചെറുപ്പത്തിലൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോഴാണ് ഞാൻ ചെയ്തു വരുന്നത്. ഈ ചാനൽ പരിപാടികൾ ചെയ്യുന്നതും ഈ എഴുത്തിൻ്റെ വഴിയും എല്ലാം തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. അക്ഷരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് മനസ്സ് തൃപ്തിയാകുന്നത്. ഈ എഴുത്തില് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോഴാണ് സമയം കിട്ടിയത്, അല്ലെങ്കിൽ ഇപ്പോഴാണ് അവസരം കിട്ടിയതെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് പുറകോട്ട് പോകാം. ഈ എഴുത്ത് തുടങ്ങിയത് എപ്പോഴാണ്? ചെറുപ്പകാലത്തെ ഇങ്ങനെ എഴുതിയിരുന്നോ? ചെറുപ്പകാലത്തെ എഴുത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് അന്ന് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു സാവകാശമൊന്നും ഇല്ലായിരുന്നു, സൗകര്യമില്ലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു, KSC ബോർഡിലെ ഉദ്യോഗസ്ഥയായിരുന്നു. അപ്പോൾ ഉദ്യോഗം കഴിഞ്ഞ് കുടുംബ പ്രാരബ്ധമൊക്കെ ഒതുങ്ങി അച്ഛനെ അമ്മയൊക്കെ നോക്കണമായിരുന്നു. എല്ലാവരുടെയും ചുമതലകളൊക്കെ കൃത്യമായി കുടുംബ ചുമതലകളൊക്കെ നിർത്തി എല്ലാം തീർത്ത ശേഷം, തൃപ്തിയായിട്ട് ചെയ്തതിന് ശേഷം ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ, അതായത് ഈ എഴുത്ത്, വായന, ഇതുപോലെയുള്ള ചാനൽ പരിപാടി, അതൊക്കെ അങ്ങ് ചെയ്യാൻ തുടങ്ങി. അത്യാവശ്യം ഒരു സിനിമയിലൊക്കെ അഭിനയിക്കുകയും ചെയ്തു. വളരെ ചെറിയ റോളാണ്, എന്നാലും ഒരു സിനിമയിലും അഭിനയിക്കാൻ പറ്റി. പിന്നെ യൂട്യൂബ് വീഡിയോയിൽ 2-3 എണ്ണത്തിൽ അഭിനയിച്ചു. അങ്ങനെ ബിസിയായിട്ട് തന്നെ പോവുകയാണ്. എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പോൾ അഭിനയവും കൂടിയുണ്ട്, എഴുത്തുണ്ട്, ഈ പറഞ്ഞതുപോലെ ചാനലിൽ ജനകീയ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് അങ്ങ് സംസാരിക്കാറുണ്ട്. നമുക്ക് ഈ പുസ്തകങ്ങളെ കുറിച്ചൊന്ന് പറയാം. ഈ പുതിയ പുസ്തകങ്ങൾ, തമിഴ് മലയാളം പുസ്തകങ്ങൾ, അതിനെക്കുറിച്ച് പറയാമോ? യെസ്. ഇത് വന്നിട്ട് തായുള്ളം തമിഴ് പുസ്തകം, ഇത് വന്നിട്ട് മലയാളം പുസ്തകം. ഇത് രണ്ടും ഒന്നല്ല, ഒന്നിൻ്റെ പരിഭാഷയുമല്ല, രണ്ടും വ്യത്യസ്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചെറുകഥകൾ തന്നെയാണ്. ഈ ചെറുകഥകളൊക്കെ എഴുതാനുള്ള ഒരു തീം എനിക്ക് കിട്ടുന്നത് എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ്. പലപ്പോഴും ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ, കണ്ട് കേട്ട് അറിഞ്ഞ് അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഭാവനയിലിട്ട് അതിനെ ഒരു കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കും. അപ്പോൾ ഇതൊക്കെ, ഈ കഥകൾ മുക്കാലും പല തമിഴ് മാഗസീനുകളിലും മലയാളം പത്ര മാഗസീനുകളിലെല്ലാം വന്ന്, പത്രത്തിലും മാസികകളിലും ഒക്കെ വന്നത് തന്നെ നേരത്തെ പ്രസിദ്ധീകരിച്ചതാണ്. പക്ഷേ അതെല്ലാം 10-12 വർഷങ്ങളായിട്ട് എഴുതുന്ന എഴുത്തുകളൊക്കെ കൂടെയാണ് ഇപ്പോൾ ഒരു പുസ്തക രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. അപ്പോൾ വായനക്കാരിതിന് ഒരു നല്ല സപ്പോർട്ടും അംഗീകാരവും ഒക്കെ തരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും. വായനക്കാരുടെ സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഏറ്റവും പിന്തുണയായി നിൽക്കുന്ന, ഈ അമ്മ പറഞ്ഞ ഏറ്റവും ഈ എനർജറ്റിക് ആയിട്ടുള്ള ഈ അമ്മയുടെ പിന്നിലുള്ളത് ആരാണ്? എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും, പിന്നെ 1-2 സുഹൃത്തുക്കളും. ഭർത്താവും മക്കളുമാണ് കൂടെ എല്ലാത്തിനും. പുള്ളി എല്ലാം നോക്കിക്കൊണ്ടിരുന്നാലല്ലേ എനിക്ക് പുറത്തു പോയി വല്ലതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു പുസ്തകം കൈ കിട്ടിയാൽ ഞാനങ്ങ് വായിക്കാൻ തുടങ്ങിയാൽ ശരി, വായിക്കുക അല്ലയോ, എന്നാൽ വായിച്ചോ എന്ന് പറഞ്ഞ് പുള്ളി ചോറും കൂട്ടാനോ സാമ്പാർ അവിയലോ ഒക്കെ അങ്ങ് വയ്ക്കും. അതേപോലെ മക്കളാണെങ്കിലും അമ്മ വായന തുടങ്ങി, ഇനിയിപ്പോൾ വിളിച്ചാൽ രക്ഷയില്ല. അപ്പോൾ കാരണം അവരുടെ ഡ്യൂട്ടികളും ചെയ്യേണ്ട സമയത്തൊക്കെ കൃത്യമായിട്ട് ചെയ്തതുകൊണ്ട് അവർക്കും ഞാനിങ്ങനെ അംഗീകാരങ്ങളിലൊക്കെ എനിക്ക് കിട്ടുന്നതും ഒക്കെ അവർക്കും വലിയ സന്തോഷമാണ്. പിന്നെ എനിക്ക് 1-2 കൂട്ടുകാരികളുണ്ട്, അവരും എനിക്ക് നല്ല സപ്പോർട്ട് തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എൻ്റെ കൂട്ടുകാരൻ രാജേഷ്, കേരള കൗമുദി പത്രത്തിൻ്റെ എഡിറ്ററാണ് രാജേഷ്. അപ്പോൾ രാജേഷാണ് എന്നെ ആദ്യകാലം തൊട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ എഴുതാൻ തുടങ്ങിയ കാലം തൊട്ട് ചേച്ചി എഴുതിക്കോ, ഞാൻ പബ്ലിഷ് ചെയ്തോളാം എന്ന് പറഞ്ഞ് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്തത് രാജേഷ് തന്നെയാണ്. അതില്ലായിരുന്നെങ്കിൽ വരത്തില്ല. അതേപോലെ തിരുവനന്തപുരം തമിഴ് സംഘം എൻ്റെ തമിഴ് എഴുത്തിനെ വളർത്തിയപ്പോൾ മലയാളം എഴുത്തിനെ വളർത്തിയത് രാജേഷ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നല്ല 2 സഹോദരങ്ങളുടെ ബലത്തിലാണ് എൻ്റെ സാഹിത്യം വളർന്നത്. അപ്പോൾ അതിന് അതിൻ്റേതായ ഇതുണ്ട്. ഈ കഥകളൊക്കെ എഴുതാൻ ചിലപ്പോൾ ഒരിടത്ത് ചെല്ലുമ്പോൾ നമ്മൾ അറിയാതെ ഒരു സംഭവം നമ്മുടെ കണ്ണിൽപ്പെടും. അത് നമ്മുടെ മനസ്സിനിങ്ങനെ കിടന്ന് തിളയ്ക്കും. അതാണ് പിന്നെ കഥകളായിട്ട് വരുന്നത്. ഈ തായുള്ളം എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെ ഉണ്ടായ ഒരു സംഭവത്തിൽ നിന്ന് ഉരുവെടുത്ത ഒരു കഥയാണ്. അതിനെക്കുറിച്ച് പറയാമോ? പറയാം. ഞാനിത് വന്നിട്ട് ദുബായിൽ എൻ്റെ മകൾക്കൊപ്പം ദുബായിൽ പോയിരുന്നു. അപ്പോൾ അത് 2002 ആ സമയത്ത് നമ്മളുടെ ഈ മൊബൈലിലൊന്നും റിംഗ് ടോണില്ല, വ്യത്യസ്തങ്ങളായ റിംഗ് ടോണൊന്നുമില്ല. ഒരു റിംഗ് ടോണേ ഉള്ളൂ.
അപ്പോൾ നമുക്കപ്പോൾ അറിഞ്ഞും കൂടാ. അപ്പോൾ ഞാൻ മകളുടെ കൂടെ ഷോപ്പിങ്ങിന് പോയിട്ട് കുഞ്ഞു വാവ എൻ്റെ പേരക്കുട്ടിയുണ്ട്, അതിനെയും കൊണ്ട് ഞങ്ങൾ അവിടുത്തെ ഒരു കാരേ ഫോർ എന്ന് പറഞ്ഞൊരു വലിയ ഷോപ്പിംഗ് മാളുണ്ട്, അവിടെ പോയിട്ട് താഴെ കാർ പാർക്ക്, ആ കാർ പാർക്കിൽ കാർ എടുക്കാൻ വേണ്ടി ഞങ്ങൾ തിരിച്ചു വന്നു. കാർ പാർക്ക് ആശയനോ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും, നിശബ്ദമായിരിക്കും. അപ്പോൾ ഞാനും മോളും മരുമകനും എല്ലാവരും കൂടെ താഴെ വന്നപ്പോഴുണ്ട് കാർ പാർക്കിൻ്റെ അവിടെ ഭയങ്കരമായിട്ടൊരു പിഞ്ചു കുഞ്ഞ് കരയുന്നു. കരയുന്നു എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് എൻ്റെ കൈ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ആ കുഞ്ഞ്, അയ്യോ ഈ കുഞ്ഞ് എവിടെ കരയുന്നു? കാറ് മാത്രമേ ഉള്ളൂ, കാറിൻ്റെ അടുത്തങ്ങ് ഒരു മനുഷ്യരില്ല. ഏതോ ഒരു കാറിൽ നിന്ന് ഒരു കുഞ്ഞ് ഏങ്ങി കരയുന്ന ശബ്ദം കേട്ടപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ കാറിൻ്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ ഓരോ കാറിൻ്റെ ചുറ്റും ഓടാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് മോള് പറഞ്ഞു, അമ്മ ഇത് നമ്മുടെ നാടൊന്നുമല്ല, അമ്മ ഇങ്ങനെയൊന്നും കാണിക്കാതെ, അമ്മയ്ക്ക് വാ, ആ കുഞ്ഞ് കരയുന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ആളുകൾ വന്ന് കുഞ്ഞിനെ നോക്കിക്കോളും, എനിക്കൊരടി നടക്കാൻ വയ്യ. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല ആ കുഞ്ഞ് കരഞ്ഞത് കേട്ടോണ്ട് എനിക്ക് പോകാൻ വയ്യാന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ അവിടെ തപ്പി നോക്കിയപ്പോൾ ഒരു അടച്ച കാറിൻ്റെ അകത്തുനിന്ന് ഒരു കുഞ്ഞ് കരയുന്നു. കുഞ്ഞ് കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് ആ കാറിൻ്റെ അടുത്തുനിന്ന് നടക്കാനേ വയ്യ. ദൈവമേ, നോക്കിയപ്പോൾ കാറിൻ്റെ ഗ്ലാസ് എല്ലാം ഇട്ടിരിക്കുകയാണ്. കരച്ചിൽ ഇടയ്ക്കിടെ കുഞ്ഞ് കരയും, കുഞ്ഞിൻ്റെ കരച്ചിൽ നിൽക്കും. അപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ അകത്ത് കൊച്ചു കുഞ്ഞ്, അതായത് 2-3 മാസമായ കുഞ്ഞാണ് കരയുന്നത്. അപ്പോൾ ഈ കുഞ്ഞ് ഇതിൻ്റെ അകത്ത് കിടന്ന് ശ്വാസം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ മരിച്ചു കാണും, തള്ളയും തന്തയും ഷോപ്പിങ്ങിന് പോയി കാണുമല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് വേർത്ത് വിഷമിച്ച് എനിക്കങ്ങ് സങ്കടം കൊണ്ട് വയ്യ. അപ്പോൾ കുറേ നേരം ആ കാറിന് ചുറ്റും ഞാനിങ്ങനെ ഓടി നടന്നു. മകളും മരുമകനും വിളിച്ചിരുന്നു, ഞാൻ പോകുന്നില്ല, എനിക്ക് ആ കാറിൻ്റെ അടുത്ത് ആ കുഞ്ഞിനെ ഒന്ന് നേരെ കാണണം. കണ്ടിട്ടേ ഞാൻ മാറത്തുള്ളൂ എന്ന് നിന്നപ്പോഴുണ്ട് ഒരു യൂറോപ്യൻ വനിത ടക്കെന്നും പറഞ്ഞ് കാറിൻ്റെ അടുത്തേക്ക് വന്നു. കാറിൻ്റെ അടുത്തേക്ക് വന്ന് ഈ കാറ് തുറക്കാൻ പോയപ്പോഴത്തേക്ക് എനിക്കുണ്ടായിരുന്ന അരിശം മുഴുവൻ ഞാൻ അവരോടങ്ങ് പറഞ്ഞു. ഭാഷയെന്ന് പറഞ്ഞുകൂടായെങ്കിലും ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, ഈ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഷോപ്പിങ്ങിന് പോയില്ല? ആ കുഞ്ഞ് താണ്ട കാറിൻ്റെ അകത്ത് കിടന്ന് കരഞ്ഞ് ഇത്രയും നേരം കരഞ്ഞു, ഇപ്പോൾ പെട്ടെന്ന് അങ്ങ് നിന്നു, നിങ്ങൾ വേഗം കുഞ്ഞിനെ എടുത്ത് അങ്ങ് പാല് കൊട് എന്നൊക്കെ പറഞ്ഞു. അവരെന്നെ ഞാനിങ്ങനെ വഴക്കിടുമ്പോൾ അവരെൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ഓ ബേബി ക്രൈങ് എന്ന് പറഞ്ഞു വെച്ച് ഇവർ കാറ് തുറന്ന് എടുക്കുന്നത് എന്തുവാ? കുഞ്ഞിനെയല്ല, മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോൺ കയ്യിലെടുത്തപ്പോഴത്തേക്കും പിന്നെയും കുഞ്ഞിൻ്റെ കരച്ചിൽ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മൊബൈലിൻ്റെ റിംഗ് ടോണാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ. എനിക്ക് അപ്പോഴത്തേക്കും അതിനേക്കാൾ ദേഷ്യം വന്നു. ഞാൻ എന്തൊക്കെയോ പറയാൻ പോയപ്പോഴത്തേക്കും മോളും മോനും കൂടെ എന്നെ അങ്ങ് പിടിച്ചങ്ങ് മാറ്റി കൊണ്ടുപോയി. അപ്പോൾ ഇതെൻ്റെ മനസ്സിലിങ്ങനെ ഒരു ത്രെഡായിട്ട് കിടന്നു. അത് വെച്ച് ഞാൻ വേറൊരു സംഭവം എഴുതി. അതാണ് ഈ തായുള്ളം, അതായത് അമ്മ മനസ്സ്. ഒരമ്മയുടെ മനസ്സിൽ കുഞ്ഞിൻ്റെ കരച്ചിൽ എന്ത് ഉള്ളക്കങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതിനെ പറ്റിയായിരുന്നു. ആ കഥയ്ക്ക് എനിക്ക് ഒരുപാട് അവാർഡൊക്കെ കിട്ടി. ഞങ്ങളുടെ തമിഴ് സാഹിത്യകാരൻ, ഞങ്ങളുടെ തമിഴിലെ ഇപ്പോഴത്തെ ഏറ്റവും ഒരു ഭീഷ്മാചാര്യരെന്ന് പറയാവുന്ന നീലപത്മനാഭൻ സാറ്, അദ്ദേഹം കൊടുക്കുന്ന തലമുറകൾ അവാർഡ് എൻ്റെ ഈ കഥയ്ക്ക് കിട്ടി. അത് വായിച്ചിട്ട് ഒരുപാട് പേരെന്നെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. ഈ കഥ ഒരാളോട് പറഞ്ഞപ്പോൾ അവരങ്ങ് കരഞ്ഞു, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. അതായത് 2 അമ്മമാരുടെ വ്യത്യസ്തമായ അനുഭവമാണ് ഞാനിതിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഓരോ കഥയിലും ടച്ചിങ്ങായ ഒരുപാട് എലമെൻ്റ് ഉണ്ട്. ഈ മലയാളത്തിൽ ടച്ചിങ് എലിമെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ചിരിക്കാനുള്ള വകയുണ്ട്. ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞ് വളരെ എല്ലാവരും കഥയുടെ അവസാനം പൊട്ടിച്ചിരിക്കുന്ന ആസ്പെക്ട്സും ഒക്കെ ഉണ്ട്. ആ പേര് കേട്ടിട്ട് ഞങ്ങൾക്ക് ഉള്ളൊരു പണിയാണെന്ന് തോന്നുന്നു. അല്ല ബ്രേക്കിംഗ് നിങ്ങൾക്കുള്ള പണിയല്ല. ഞാനതിൻ്റെ ഗുട്ടൻസ് പറയുന്നില്ല. ഒരു സർപ്രൈസ് സസ്പെൻസ് നിൽക്കട്ടെ. സസ്പെൻസ് എല്ലാവരും വായിക്കണ്ടേ? ഇതിൻ്റെ അകത്തെ കഥകളെല്ലാം തന്നെ എല്ലാവരും വായിച്ചൊന്ന് രസിക്കണ്ടായോ? ബ്രേക്കിംഗ് ന്യൂസ് എല്ലാവരും ഒന്ന് വായിക്കട്ടെ. തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കാൻ വന്നത് ഈ തായുള്ളത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ ത്രെഡിനെ കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ. മലയാളത്തിലും തമിഴിലും ഒരുപോലെ എഴുതുന്ന ആളെന്ന നിലയിൽ അത് തമിഴിൽ എഴുതാമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? തമിഴിൽ എഴുതാൻ തോന്നിയത് എന്തുകൊണ്ടെന്ന് അങ്ങനെയല്ല, എനിക്ക് ഈ 2 ഭാഷകളും ഒന്നുപോലെ വശമാണ്. എന്തുകൊണ്ടോ അത് തമിഴിൽ എഴുതണം എന്ന് തോന്നി. അതേപോലെ മലയാളത്തിലും ഞാൻ എഴുതി 2 കഥ, അമ്മ അറിയാൻ മക്കൾ അറിയാൻ എന്ന് പറഞ്ഞ 2 കഥ. അതാണ് ആദ്യമായിട്ടൊരു പോപ്പുലർ ഇതിൽ മീഡിയയിൽ വരുന്നത്. കേരള കൗമുദി ദിനപത്രത്തിൽ ആണത് വരുന്നത്. ആ കഥ വായിച്ചിട്ട് എനിക്ക് ഒരുപാട് ഫോൺ കോൾ വന്നു. അത് പ്രസിദ്ധീകരിച്ച് അപ്പോൾ ഇവർ ഫോൺ നമ്പർ കൊടുക്കും എൻ്റെ. അപ്പോഴത്തേക്കും ഫോണിൽ നിരന്തരം ഏതാണ്ട് ഒരാഴ്ചയോളം ഫോണിങ്ങനെ അങ്ങനെ വന്നതിൽ ഏറ്റവും ടച്ചിങ് ആയ ഒരു അനുഭവമുണ്ട്. അത് പ്രേക്ഷകരോട് എനിക്ക് പറയണം. ഞാനത് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഫോൺ വന്നു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം ആയപ്പോഴത്തേക്കും ഒരു ദിവസം അതിരാവിലെ ഒരു 6-6:30 മണിയായപ്പോൾ എൻ്റെ ഫോൺ അടിച്ചപ്പോൾ ഞാൻ എടുത്തപ്പോൾ വിറച്ച് അതായത് ഈ പാർക്കിൻസൺസ് വരുന്നവർ സംസാരിക്കുമല്ലോ, അങ്ങനെ വിറച്ച് ഒരു ശബ്ദം.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്, ഞാൻ നിങ്ങളുടെ കഥ ഇന്ന് പത്രത്തിൽ വായിച്ചു, അപ്പോൾ നിങ്ങളുടെ ഒരു സഹായം ചോദിക്കാനാണ് ഞാനിപ്പോൾ വിളിക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ ഞാനൊരു വലിയ ഗസറ്റഡ് ഓഫീസറായിരുന്നു. മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ വേണ്ടി ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ 15 വയസ്സ് വ്യത്യാസമുണ്ട്. അന്ന് എൻ്റെ ആരോഗ്യമുള്ള കാലത്ത് എനിക്കെല്ലാം നല്ല സന്തോഷമായിരുന്നു. ഇപ്പോൾ ഞാനും തമ്മിൽ ഉള്ള 15 വയസ്സിൻ്റെ വ്യത്യാസം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇപ്പോൾ എനിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്, പാർക്കിൻസൺസ് ഉണ്ട്, നടക്കാൻ വയ്യ. ഞാൻ ഈ ഭാര്യയ്ക്കും മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു കൊടുത്തു. 1 കോടി വില വരുന്ന, അതായത് 10 വർഷത്തിന് മുമ്പാണ് ആലോചിക്കണം, 1 കോടി വില വരുന്ന ഒരു വീടാണ് ഞാൻ മക്കൾക്ക് വെച്ച് കൊടുത്തത്. പക്ഷേ ഇപ്പോൾ എനിക്ക് പാർക്കിൻസൺസ് വന്നു, അതുപോലെ വേറെ പ്രോസ്ട്രേറ്റിൻ്റെ അസുഖമുണ്ട്. അപ്പോൾ മൂത്രം അറിയാതെ അങ്ങ് പോകും. അപ്പോൾ അതിന് വേണ്ട രീതിയിൽ എനിക്കുള്ള ചികിത്സയോ കെയറോ ഒന്നും ഇവർ തരുന്നില്ല. അവർ വീടുമായിട്ടുള്ള ബന്ധമില്ലാത്ത ഒരു മുറിയിലാണ് എന്നെ ഇട്ടിരിക്കുന്നത്. എന്നെ നോക്കാൻ ഒരു സർവൻ്റ് വരും, അവന് സൗകര്യമുള്ളപ്പോൾ വന്ന് എന്നെ വൃത്തിയാക്കും. അതൊന്നും അവർ ഗവനിക്കത്തില്ല. ഈ അമ്മയും, എനിക്ക് 2 ആൺമക്കളാണ്, അമ്മയും മക്കളും രാവിലെ ഈ കഥ അടച്ചിടും, അത്യാവശ്യമുള്ളപ്പോൾ ആഹാരം യോഗം കൊണ്ടുതരും, അല്ലാതെ എന്നെ നോക്കത്തേ ഇല്ല. എനിക്ക് ആ മുറിയിലോട്ടോ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടാൻ ഫോൺ സൗകര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ പിന്നെ അന്ന് ഈ മൊബൈൽ ഫോൺ ഇത്രയും വ്യാപകമായിട്ടില്ല, BSNL ഫോണേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ നിങ്ങൾ എങ്ങനെ ഈ ഫോൺ ചെയ്തു? അപ്പോൾ പറഞ്ഞു, ഇന്ന് രാവിലെ എങ്ങാണ്ട് പോകാനുള്ള ധൃതിക്ക് അവർ എൻ്റെ മുറിയും മെയിൻ മുറിയുമായിട്ടുള്ള ആ കഥ അടയ്ക്കാൻ അവരങ്ങ് മറന്നുപോയി. ഞാനപ്പോൾ വിറച്ച് ഇവിടെ വന്ന് ഞാൻ താങ്കളെ വിളിക്കുകയാണ്, എനിക്കൊരു സഹായം ചെയ്യുമോ? അപ്പോൾ അന്ന് നമ്മുടെ സുഗതകുമാർ ടീച്ചർ ഇതുപോലെയുള്ളവരെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ ഒക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ സുഗതകുമാർ ടീച്ചറിനോടോ ഈ പത്രമാധ്യമങ്ങളോടോ ഒക്കെ ഒന്ന് പറഞ്ഞ് എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി ഏതെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് നിർത്തിയാൽ എനിക്ക് പെൻഷനുണ്ട്, ഞാൻ കൊടുത്തോളാം, എന്നെ ഈ നരകത്തിലിട്ട് കൊല്ലരുത് എന്ന് എനിക്ക് അവരോടൊന്ന് പറയണമായിരുന്നു. എനിക്ക് വേണ്ടി അമ്മ ഇതൊന്ന് ചെയ്തു തരുമോ എന്നൊക്കെ അയാൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരുന്നപ്പോഴത്തേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. അപ്പോഴത്തേക്ക് ഇയാൾ പറഞ്ഞു, കാറ് വന്നോന്ന് തോന്നി. ഇതൊക്കെ പറയുന്നത് വളരെ പതുക്കെയാണ്, വിറച്ചാണ് പറയുന്നത്. അയ്യോ കാറ് വന്നു, അവർ വന്നെന്ന് തോന്നുന്നു, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങേര് പെട്ടെന്ന് അങ്ങേരുടെ എന്ത് ചെയ്തു എന്ന് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഞാൻ ശബ്ദം കേട്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ കിടന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ആരെയാണ് സമീപിക്കേണ്ടത് എന്നിങ്ങനെ ഒരാഴ്ച. അപ്പോൾ എൻ്റെ അടുക്ക എൻ്റെ ഹസ്ബൻഡും മക്കളൊക്കെ കൂടെ പറഞ്ഞു, അമ്മ സാമൂഹ്യ സേവനമൊക്കെ കൊള്ളാം, നിങ്ങൾ 2 പേരും ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്, അവർക്ക് നല്ല തടിമിടിക്കൊള്ള 2 ആൺപിള്ളേരുണ്ടെന്ന് പറഞ്ഞു. അമ്മ ഇത് പറഞ്ഞ് ഏതെങ്കിലും രീതിയിൽ മാധ്യമം വഴി ഇത് വെളിയിലെങ്ങാനും പോയാൽ പിന്നെ അമ്മയ്ക്ക് ഇത് കണ്ട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഒന്നും വരരുത്, അതുകൊണ്ട് അമ്മ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, അമ്മ ആലോചിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആരെങ്കിലും പിന്നെ രാജേഷിനെയോ അല്ലെങ്കിൽ മനോരമയോ അല്ലെങ്കിൽ സുഗതകുമാർ ടീച്ചറിനെ തന്നെയോ ഇതൊക്കെ അറിയിക്കണം, എങ്ങനെയെങ്കിലും ഇത് രഹസ്യമായിട്ടെങ്കിലും ഒന്ന് അറിയിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടേ ഇരുന്നപ്പോൾ അടുത്ത ആഴ്ച പത്രത്തിലൊരു ഫോട്ടോ. അപ്പോൾ ഇങ്ങരുടെ പേരും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ കാളൊന്നുമല്ല, അങ്ങരുടെ പേരും വിവരങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നല്ലോ. അടുത്ത ആഴ്ച പത്രത്തിൽ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ വലിയൊരു ഫോട്ടോ, തലേ ദിവസം മരിച്ചുപോയി എന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു നടുക്കമുണ്ടായി. അപ്പോൾ ഇയാൾ പറയുന്നുണ്ടായിരുന്നു, ഇവരെ ഞാൻ ചാകാൻ കാത്തിരിക്കുക, ഒരു പക്ഷേ എന്നെ അങ്ങ് കൊന്നാലും അതൊരു അതിശയമല്ല, അവരെന്നെ കൊന്നാലും അത് ശരിയാവും, അവർ കൊല്ലാൻ ഒരുങ്ങാൻ തന്നെ ഇരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഞാൻ അവർക്കിപ്പോൾ ഒരു ശല്യമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അടുത്ത ആഴ്ച ഈ കക്ഷിയുടെ പടവും ആദരാഞ്ജലികൾ, ദുഃഖിതയായ ഭാര്യയും മക്കളും. അയ്യോ ഞാനങ്ങ് ഞെട്ടിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ നേരത്തെ ഇത് മാധ്യമങ്ങളെ അറിയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് എനിക്ക് കുറ്റബോധം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അപ്പോൾ ഒരു 70-72 വയസ്സേ ഉള്ളൂ. ഭാര്യ അപ്പോൾ ചെറുപ്പക്കാരി, 50കളിൽ നിൽക്കുന്ന ഭാര്യയാണ്. അപ്പം ഇദ്ദേഹത്തിന് സുഖമില്ലാതെയും വന്നു. അപ്പം സ്വത്തുണ്ടാക്കിയിട്ടാലും സ്നേഹം കിട്ടണം എന്നില്ല. അതായിരുന്നു ആ കഥയുടെ, ഞാൻ എഴുതിയ കഥയുടെ തീമും അത് തന്നെ. അമ്മയെ അനാഥാലയത്തിൽ കൊണ്ടുവിട്ട മക്കളും ഒക്കെ ഉള്ളതായിരുന്നു. അത് അങ്ങനെ തന്നെയാണ്. അത് ഈ മനസ്സിലെ മയിൽപ്പീലി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പ്രണയവും കൂടി ഉണ്ട്. പറയാമോ? അതെ, മനസ്സിലെ മയിൽപ്പീലി എന്ന് പറയുന്നത് ഞങ്ങളുടെ തന്നെ പരിചയത്തിലെ ഒരു അമ്മാവൻ, ഒരു അപ്പൂപ്പൻ എന്ന് പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം എൻ്റെ കൂടെ വേറൊരാൾ പറഞ്ഞു. കാരണം ഞങ്ങൾ തമിഴ് ബ്രാഹ്മണരാണ്. അപ്പം ഞങ്ങളുടെ ഇടയിലൊക്കെ പണ്ട് കാലത്ത് ഈ ബ്രാഹ്മണരുടെ തന്നെ ഉപവിഭാഗങ്ങളൊക്കെ ഉണ്ട്. വടമൻ, ബ്രേചരണം, അഷ്ടശാസ്ത്രം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉപവിഭാഗങ്ങൾ തമ്മിൽ ഒരിക്കലും കല്യാണം കഴിക്കാൻ അന്നത്തെ കാലത്തെ മുതിർന്നവർ സമ്മതിക്കത്തില്ല. അപ്പോൾ ഈ അപ്പൂപ്പന്
അദ്ദേഹത്തിൻ്റെ അയൽവക്കക്കാരിയായ ഒരുപാട് തലമുടിയൊക്കെയുള്ള ഒരു പെണ്ണിനോട് പ്രേമമുണ്ടായി. അപ്പോൾ പ്രേമമുണ്ടായി, രണ്ടുപേരും നല്ല ജോഡിയാണ്, ജാതകവും നന്നായിട്ട് ചേരും. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വേറൊരു ഗ്രൂപ്പിൽപ്പെട്ട ആൾ, ഈ സ്ത്രീ പെൺകുട്ടി വേറൊരു ഗ്രൂപ്പിൽപ്പെട്ട ആൾ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ സമ്മതിച്ചാലും പെണ്ണിൻ്റെ കുടുംബക്കാർ സമ്മതിക്കത്തില്ല. പെണ്ണിൻ്റെ അമ്മാവന്മാരും ഒക്കെ തികച്ചും യാഥാസ്ഥിതികന്മാരാണ്. അപ്പോൾ അവർ പറഞ്ഞു കല്യാണം നടക്കത്തില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് അന്ന് വടക്കേ ഇന്ത്യയിൽ UPSC സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോലി റെഡിയായി ഇരിക്കുകയാണ്. കല്യാണം കഴിയണം, പെണ്ണിനെയും കൊണ്ട് വടക്കേ ഇന്ത്യയിലേക്ക് പോകണമെന്നും പറഞ്ഞ് റെഡിയായിരുന്ന അപ്പൂപ്പന് ഈ കല്യാണം അങ്ങ് കിട്ടത്തില്ല, ആശിച്ച പെണ്ണിനെ കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ മനസ്സിന് ഭയങ്കര പ്രയാസമായി. അദ്ദേഹം ആരോടും പറയാതെ അങ്ങ് വടക്കേ ഇന്ത്യയിലേക്ക് പോയി. അപ്പോൾ ഒറ്റയ്ക്ക് അത് ജോലി കിട്ടിപ്പോയല്ലേ, ജോലി കിട്ടിപ്പോയി. പിന്നെ അദ്ദേഹം താമസിച്ചു. പിന്നെ അദ്ദേഹം ഈ കഥയുടെ പരിസമാപ്തി വേറെയാണ്. അതിലൊരു പ്രേമം, അതായത് 70-80 വയസ്സായ ആ അമ്മാവൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ കൗമാരകാലത്തെ പ്രണയം, യൗവനകാലത്തെ പ്രണയം മയിൽപ്പീലിയായിട്ട് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സെ തഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് ആ കഥയിലൂടെ പിന്നെ ലാസ്റ്റ് വരും. വേറെ ഒരു പ്രത്യേക ഒരു സസ്പെൻസ് അതിൻ്റെ അകത്തുണ്ട്. എല്ലാ കഥയിലും ട്വിസ്റ്റ് ഉണ്ട്. എല്ലാ കഥയിലും ട്വിസ്റ്റ് ഉണ്ട്. ഒരു സിനിമാ പക്ഷേ നഷ്ടപ്രണയമാണ്, പക്ഷെ സ്റ്റിൽ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെന്ന് മാത്രമല്ല ആ കഥയുടെ അവസാനം നമ്മൾ വിചാരിച്ചിരിക്കാത്ത ഒരു ട്വിസ്റ്റ് വരും. ശരി, അപ്പൊ എന്തായാലും ആ കഥയും വായിക്കണം. കഥകൾ അതേപോലെ ഒരു സിനിമാ താരത്തെ കാണാൻ, സിനിമാ താരം ഒരു ഫംഗ്ഷന് ഉദ്ഘാടനം ചെയ്യാൻ വരും. ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ ആ സിനിമാ താരത്തെ കാണാൻ എല്ലാവരും അങ്ങനെ പോകും. അത് പോകുമ്പോൾ ഒരു ഓഫീസിൻ്റെ വകയായിട്ടുള്ള ഒരു പരിപാടിക്കാണ് താരം വരുന്നത്. അപ്പോൾ ഓഫീസിലുള്ള ഓരോരുത്തരും പറയും താരത്തിന് ഞാൻ മാലയിടും, ഞാൻ ബൊക്കെ കൊടുക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മത്സരം വരും. അപ്പോൾ നറുക്കിട്ട് ഇന്ന ആള് ബൊക്കെ കൊടുക്കണം, ഇന്ന ആള് മാലയിടണം. അപ്പോൾ ജാനകി ചേച്ചിക്കാണ് മാലയിടുന്നത്. അപ്പോൾ വേറെ മഹേഷ്, പേര് ഞാൻ ഓർക്കുന്നില്ല, അയാൾക്ക് ബൊക്കെ കൊടുക്കണം. അയാൾ അപ്പോഴത്തേക്കും എല്ലാവരും പറയും താരത്തിന് ബൊക്കെ കൊടുക്കാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ അപ്പോൾ ആ ഒരാഴ്ച ഓഫീസിൽ ഒരു ജോലി നടക്കത്തില്ല. എല്ലാവരും ബ്യൂട്ടി പാർലറിൽ പോയി എല്ലാം ഒരുങ്ങി റെഡിയായി താരം വന്ന് വരും. താരം വരുമ്പോഴത്തേക്കും അങ്ങ് ജനസമുദ്രം. അപ്പോൾ ഈ ബൊക്കെ കൊടുക്കാൻ വേണ്ടി ഈ പയ്യൻ ഇങ്ങനെ മുമ്പേ നിൽക്കും. പയ്യനൊന്നും അല്ല, അയാൾ ഭാര്യയൊക്കെ ഉള്ളവനാണ്. ഭാര്യ നാട്ടിലില്ലാത്തത് അയ്യോ പരമസുഖം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ബൊക്കെ കൊടുക്കാനായിട്ട് അങ്ങനെ ഒരുക്കി നിൽക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും, പുറകിൽ നിന്ന് താരത്തെ കാണാനുള്ള ഭയങ്കര തെള്ളലിങ് വരും. അപ്പോൾ ഇയാൾ പെട്ടെന്ന് ആ തെള്ളലിൽ താരത്തിൻ്റെ ദേഹത്തോട്ടങ്ങ് വീഴും. ദേഹത്തോട്ട് വീണ് കഴിയുമ്പോഴത്തേക്കും പിന്നെയുള്ള കാര്യം സസ്പെൻസ്. വീണ്ടും ശരി. അപ്പൊ ഇപ്പൊ 3 കഥയായി, ഇപ്പൊ തന്നെ വായിക്കാൻ തോന്നുന്നുണ്ട്. ശരി അമ്മ, ഒരു കാര്യം കൂടി, ഈ പുസ്തകങ്ങളുടെ കാര്യത്തിൽ നമ്മളിങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു. മറ്റു കുറച്ച് ചോദ്യങ്ങളും കൂടിയുണ്ട്. അതായത് ഈ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, മാധ്യമങ്ങളിലടക്കം അങ്ങ് സംസാരിച്ചിട്ടുണ്ടല്ലോ. ശബരിമല വിഷയത്തിലൊക്കെ അങ്ങയുടെ വാക്കുകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ താങ്കൾ? ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഞാൻ വേറെ ചാനലുകളിലൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. റോഡിലെ കുഴി തൊട്ട് എല്ലാത്തിനെ പറ്റിയും ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. മയക്കമരുന്നിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, എല്ലാത്തിനെ പറ്റിയും. അതായത് ആനുകാലികമായി ഇന്ന് എന്ത് എൻ്റെ ചുറ്റും നടക്കുന്നോ അതിനെപ്പറ്റി ഞാൻ ബോധവതിയാണ്. ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു അമ്മ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ശബരിമല വിഷയം എപ്പോഴും വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ താങ്കളുടെ നിലപാട് ഇപ്പോൾ എന്താണ്? എൻ്റെ നിലപാട് ഇപ്പോഴും അത് തന്നെ, യുവതികൾ പോകരുത് എന്ന് തന്നെ. അതൊരു പക്ഷേ എൻ്റെ പഴയ മനസ്സിൻ്റെ വിചാരം കൊണ്ടായിരിക്കും. എങ്കിലും എനിക്ക് തോന്നുന്നു അതാണ് എൻ്റെ ശരികൾ, അത് തന്നെയാണ്. ശബരിമലയിലേക്ക് യുവതികൾ പോകേണ്ടതില്ല. കാരണം ഇപ്പം ശബരിമല പണ്ടത്തെ പവിത്രതയൊന്നും ഇല്ല എന്നെൻ്റെ തോന്നുന്നുണ്ട്. എൻ്റെ അയ്യപ്പനെ കാണാൻ ആ വ്രതശുദ്ധിയോടെ ആ രീതിയിൽ തന്നെ ആരും എത്തുന്നില്ലയോ എന്നൊക്കെ എനിക്ക് മനസ്സിന് വിഷമമുണ്ട്. അപ്പോൾ യുവതികൾ പോകരുത്, അതായത് 10 വയസ്സിന് താഴെ ഉള്ളവർ പോയാൽ മതി, വയസ്സായവർ പോയാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരു പഴ മനസ്സുകാരിയാണ് ഞാൻ. പ്രായമായ അമ്മയല്ലേ. അപ്പോൾ എനിക്ക് വേറെ പല കാര്യങ്ങളിലും ആധുനികമായ ചിന്താഗതിയൊക്കെ ഉണ്ട്. പക്ഷേ അയ്യപ്പനെ ആരും തൊട്ട് കളിക്കണ്ട. ശരി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഒരുപാട് ഫോർവേഡായി ചിന്തിക്കുന്നു, അതേസമയം ആ വിഷയത്തിൽ താങ്കൾ അങ്ങനെ എപ്പോഴും അങ്ങനെ തന്നെ പറയുന്നു, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ഉണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് കേട്ടുകൊണ്ടിരിക്കണമെന്നുമുണ്ട്, പ്രേക്ഷകർക്കും ഉണ്ടാകും. പക്ഷെ നമ്മുടെ സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. എന്തായാലും വരാൻ പോകുന്ന 2 പുസ്തകങ്ങൾക്കും എല്ലാവിധ ആശംസകളും. ഇനിയും എഴുതാൻ കഴിയട്ടെ. നന്ദി. ഇടവേള.